ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ്. ചാപ്റ്ററിൻ്റെ പേര് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഹൗ ഡു യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രെസ്? ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രബിൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് അസ് സിങ് എ സോങ്. അപ്പോൾ ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോം, ഒരു സോങ് ആണ് താഴെ തന്നിട്ടുള്ളത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. എന്താ പറയുന്നത്? ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ളതാണ് ബ്രിഡ്ജ്, പാലം എന്ന് പറയുന്നത്. അത് എവിടെയാണ്? ഓവർ ട്രബിൾഡ് വാട്ടർ. ട്രബിൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസപ്പെടുന്ന ഒരു വെള്ളത്തിൽ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുഴയിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്, നമുക്കൊരു നീന്താനും ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ, നമ്മൾ എന്താ പറയുക, മരണം മാത്രം മുന്നിൽ കാണുന്ന ഒരവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കില്ലേ? അതേപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, സൈമൺ ആൻഡ് ഗാർഫിങ്കൽ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു പിക്ചർ നോക്കൂ. ഇതാണ് ട്രബിൾഡ് വാട്ടർ. ഇവിടെ എന്താണ്, ഫ്രണ്ട്സ് ഒരു ബ്രിഡ്ജ് ഇട്ടിട്ട് അതിൽ നിന്നും ഒരു റോപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് പിടിച്ചിട്ട് അയാൾക്ക് എന്താണ്, അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ട്രബിൾഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പോം വായിച്ചു നോക്കാം. When you are weary, feeling small, when tears are in your eyes, I will dry them all. I am on your side. Oh, when times get rough and friends just can't be found. എന്താ പറയുന്നത്? വെൻ യു ആർ വിയറി. വിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് തളർന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആവുന്ന ഒരു സമയത്ത്, നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ളൊരു സമയത്താണെങ്കിൽ, ഫീലിംഗ് സ്മോൾ, നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ചെറുതായി, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല, ഞാൻ ഒറ്റക്കാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ചെറുതായി, എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള ഒരു സമയത്ത്. വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, നിങ്ങളുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ ടിയേഴ്സ്, കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഐ വിൽ ഡ്രൈ ദം, ഞാൻ അതിനെയെല്ലാം ഡ്രൈ ചെയ്യും. ഡ്രൈ എന്ന് പറഞ്ഞാൽ ഉണക്കുക, ഞാൻ അതിനൊക്കെ തുടക്കും എന്നാണ് അർത്ഥം, അഥവാ കൂടെ നിൽക്കും എന്ന് മീനിങ്. ഐ എം ഓൺ യുവർ സൈഡ്, ഞാൻ നിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരിക്കും. ഓ, വെൻ ടൈംസ് ഗെറ്റ് റഫ്, അങ്ങനെ സമയം എന്ന് പറയുന്നത് വളരെ റഫായിട്ട്, വളരെ ചീത്ത ഒരു സമയത്തിലൂടെയാണ് പോകുന്നത് എങ്കിൽ, ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് ക്യാൻ ബി ഫൗണ്ട്, നിനക്ക് നിന്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്ത സമയത്ത് എന്താണ്, ഞാൻ നിന്റെ കൂടെ നിൽക്കും, നിന്റെ ടിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡ്രൈ ചെയ്യും എന്നാണ് പറയുന്നത്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. എങ്ങനെയാണ് ലൈക്ക്, അതേപോലെ എങ്ങനെയാണ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ? ട്രബിൾഡ് വാട്ടറിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന പോലെ, ഐ വിൽ ലൈ മീ ഡൗൺ, ഞാനിങ്ങനെ കിടന്നിട്ട് ഒരു ബ്രിഡ്ജ് പോലെ ഞാനിങ്ങനെ നിൽക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. അതേ സെയിം ലൈൻ തന്നെ വീണ്ടും പറയാണ്. വെൻ ഐ വിൽ ലൈ മൈ ഡൗൺ, ഞാനിങ്ങനെ എന്താണ്, ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിടന്നിട്ട് നിനക്കൊരു ബ്രിഡ്ജ് പോലെ ആക്കി തരും എന്നാണ് പറയുന്നത്. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, നീ ഇങ്ങനെ ഡൗൺ ആയി പോകുമ്പോൾ, വളരെ ഔട്ടായിട്ട് പോകുമ്പോൾ, നീ ഇങ്ങനെ താഴ്ന്ന് മുങ്ങിയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒരു ബ്രിഡ്ജ് പോലെ ഒരു ലൈ ചെയ്തിട്ട് ഒരു ട്രബിൾഡ് വാട്ടറിൽ നിന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, നീ ഒരു സ്ട്രീറ്റിൽ, നീ ഒരു പരിചയമില്ലാത്തൊരു സ്ട്രീറ്റിൽ നീ ഒറ്റക്കാണെങ്കിൽ, വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്, എന്താണ്, വൈകുന്നേരങ്ങളിലൊക്കെ വളരെ ഹാർഡായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഐ വിൽ കംഫേർട്ട് യു, ഞാൻ നിന്നെ ഒരു കംഫേർട്ട് സോണിലേക്ക്, നിന്നെ നല്ലൊരു രീതിയിലേക്ക്, നല്ല ഒരു എന്താ പറയുക, കംഫേർട്ട് സോണിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, നിന്റെ കാര്യങ്ങളൊക്കെ ഞാനും കുറച്ച് ഏറ്റെടുക്കും. ഓ, വെൻ ഡാർക്ക്നെസ് കംസ്, ഡാർക്ക്നെസ് ഒക്കെ വരുമ്പോൾ, അഥവാ എന്താ പറയുക, നിന്റെ പ്രശ്നങ്ങളും, നിനക്ക് ചലഞ്ചസും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ആൻഡ് പെയിൻസ് ഈസ് ഓൾ അറൗണ്ട്, നിന്റെ ആ പെയിൻസ് എല്ലായിടത്തും ആവുമ്പോൾ ഞാനും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നിന്റെ കൂടെ കംഫേർട്ടായിട്ട് നിൽക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. എങ്ങനെ? ട്രബിൾഡ് വാട്ടറിലെ ബ്രിഡ്ജ് പോലെ, ഐ വിൽ ലൈ മീ ഡൗൺ, ഞാൻ ലൈ ചെയ്തിട്ട് ഞാൻ കിടന്നിട്ട് ഒരു ബ്രിഡ്ജ് പോലെയാക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, ഐ വിൽ ലൈ മീ ഡൗൺ, എന്താണ്, ഞാൻ കിടന്ന് ട്രബിൾഡ് വാട്ടറിൽ നിനക്ക് ബ്രിഡ്ജായിട്ട് നിന്റെ കൂടെ എല്ലാ ചലഞ്ചസിലും എല്ലാ പ്രോബ്ലംസിലും നിന്റെ കൂടെ, നിന്റെ പ്രശ്നങ്ങളെല്ലാം എൻ്റെയും കൂടെ ആക്കിയെടുത്തിട്ട് ഞാൻ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. സെയിൽ ഓൺ സിൽവർ ഗേൾ, സെയിൽ ഓൺ ബൈ, യുവർ ടൈം
has come to shine. All your dreams are on their way. See how they shine. Oh, if you need a friend, I'm sailing right behind. എന്താണ്? സെയിൽ ഓൺ സിൽവർ ഗേൾ. ഒരു സിൽവർ ഗേളിനെ പോലെ നീ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. സെയിൽ ഓൺ ബൈ, ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുക. യുവർ ടൈം ഹാസ് കം ടു ഷൈൻ. നിനക്ക് ഷൈൻ ചെയ്യാനുള്ള സമയം അടുത്ത് വന്നിരിക്കുകയാണ്. നിനക്ക് ഇങ്ങനെ ഷൈൻ ചെയ്യാനുള്ള സമയം ആവുകയാണ്. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ. നിന്റെ എല്ലാ സ്വപ്നങ്ങളും അതിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സി ഹൗ ദേ ഷൈൻ. നീ നോക്ക് അത് എത്രത്തോളം നിന്റെ ആ ഒരു ഡ്രീംസൊക്കെ എത്രത്തോളം ഷൈൻ ചെയ്തിരിക്കൊണ്ടിരിക്കുകയാണെന്ന് നീ നോക്ക്. ഓ ഇഫ് യു നീഡ് എ ഫ്രണ്ട്. നിനക്കൊരു ഫ്രണ്ട് ഇപ്പോൾ ആവശ്യമാണെങ്കിൽ ഐ എം സൈലിംഗ് റൈറ്റ് ബിഹൈൻഡ്. നിന്റെ പുറകിലായിട്ട് ഞാനും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് വരുന്നതാണ്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. എന്താണ് ട്രബിൾഡ് വാട്ടറിൽ ബ്രിഡ്ജ് പോലെ. ഐ വിൽ ഈസ് യുവർ മൈൻഡ്. നിന്റെ മൈൻഡിനെയൊക്കെ ഞാൻ വളരെയധികം ഈസി ആക്കും. എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആരെങ്കിലുമൊക്കെ സംസാരിക്കാനോ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ കുറേയൊക്കെ റിലാക്സ് ആവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിന്റെ മൈൻഡ് ഞാൻ ഈസി ആക്കും. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്. നിന്റെ മൈൻഡ് ഞാൻ ഈസി ആക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും എന്തൊരു പ്രശ്നം നമ്മുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്കോ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് കട്ടൊക്കെ സപ്പോർട്ട് എന്ന് പറയില്ല, അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്നും കര കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ട്രബിൾഡ് വാട്ടറിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന പോലെ നമ്മളും ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ദെൻ സൈമൺ ആൻഡ് ഗാർഫുങ്കൽ ആണ് ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. വേർ അമേരിക്കൻ ഫോക്ക് റോക്ക് ഡ്യൂക്ക് കൺസിസ്റ്റിംഗ് ഓഫ് സിംഗർ സോങ് റൈറ്റർ പോൾ സൈമൺ ആൻഡ് സിംഗർ ആർട്ട് ഗാർഫുങ്കൽ. എന്താണ് ഇവിടെ പോൾ സൈമൺ എന്ന് പറയുന്നത് സോങ് റൈറ്ററും അതുപോലെ തന്നെ ആർട്ട് ഗാർഫുങ്കൽ എന്ന് പറയുന്നതിലെ സിംഗറുമാണ്. ദ റാങ്ക് as one of the best selling music acts of the 1960s. ഇവർ 1960-ലൊക്കെ നല്ല ബെസ്റ്റ് സെല്ലിംഗ് മ്യൂസിക് ആക്ട്സ് ഒക്കെ കിട്ടിയിട്ടുള്ള റാങ്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. Their most famous song include The Sound of Silence, Mrs. Robinson and Bridge Over Troubled Water. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള സോങ്സ് എന്ന് പറയുന്നത് ഒന്ന് ദ സൗണ്ട് ഓഫ് സൈലൻസ് എന്നുള്ളതും മറ്റൊന്ന് മിസ്സിസ് റോബിൻസൺ എന്നുള്ളതും ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നുള്ളതുമാണ്. ഓക്കെ, ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഈസ് അബൌട്ട്. നിങ്ങൾക്ക് ഈ സോങ് എന്തിനെ കുറിച്ചാണെന്നാണ് തോന്നുന്നത്? എന്തിനാണ്? ദ സോങ് ഈസ് അബൌട്ട് ഓഫറിംഗ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ടു സംവൺ ഹൂ ഈസ് ഇൻ ട്രബിൾ. ആരാണോ ട്രബിളിലായിരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു സോങ് ആണിത്. Second question, what do you think the singer means by being a bridge over troubled water? എന്തുകൊണ്ടാണ് ഇവിടെ സിംഗർ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സ്പീക്കർ സേസ് ഹി ക്യാൻ ആക്ട് ലൈക്ക് എ ബ്രിഡ്ജ് സപ്പോർട്ടിംഗ് പീപ്പിൾ ടു ഗോ ത്രൂ ദെയർ പ്രോബ്ലംസ്. ഇവിടെ സ്പീക്കർ പറയുന്നത് നമ്മൾ അവരെ ഇപ്പോൾ ഇത്ര പ്രശ്നങ്ങളുള്ള ആളുകളെ ഒരു ബ്രിഡ്ജ് പോലെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് ഇവിടെ സ്പീക്കർ ഉദ്ദേശിക്കുന്നത്. Third question, how does the singer describe one's role when someone is feeling down? എന്താണ് സിംഗർ ഇവിടെ ഒരു ഫീലിംഗ് ഡൗൺ ആകുമ്പോൾ നമ്മൾ അയാളുടെ റോളിലേക്ക് പോകണം എന്നതുകൊണ്ട് എന്താണ് സിംഗർ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അവർ റോൾ ഈസ് ടു സപ്പോർട്ട് ആൻഡ് കംഫർട്ട് ദോസ് ഹൂ ആർ ഫോളിംഗ് ഡൗൺ. ആരാണോ ഇങ്ങനെ താഴ്ചയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആരാണോ ട്രബിളിലേക്ക് പോകുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുകയും കംഫർട്ട് ചെയ്യുകയും ചെയ്യുന്ന റോളാണ് നമുക്ക് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Fourth question, what according to the poet will ease your mind? എന്താണ് will ease your mind എന്നതുകൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? A perfect companion with whom we could share our sorrow can ease our mind. എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും സോറോസോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ അവരുടെ മൈൻഡിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ പോലെ നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലെ നേരെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയം. ഈ സോങ് നിങ്ങളോടൊന്ന് കൊറിയോഗ്രാഫ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ കൊറിയോഗ്രാഫി. നിങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്യുമ്പോൾ ഇതിലെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ തീം. ഈ തീമിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ സെറ്റ് ദ സീൻ. ഈ സീനെയൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെയോ പ്ലാൻ കോസ്റ്റ്യൂംസ് ആൻഡ് സ്റ്റേജ് സെറ്റിങ്സ്. കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ സ്റ്റേജിലെ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്. സെക്കൻഡ് ആക്ടിവിറ്റി,
Pick out the feel good and feel bad situation from the song and complete the given columns. ഈ പോമിൽ നിന്നും നിങ്ങൾക്ക് ഈ സോങ്ങിൽ നിന്നും നിങ്ങൾ നല്ല ഗുഡ് ഫീലിങ്ങും അതുപോലെ തന്നെ ബാഡ് ഫീലിങ്സും ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്തൊന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫീൽ ഗുഡ്, ഫസ്റ്റ് വൺ ഐ വിൽ കംഫർട്ട് യു എന്നുള്ളത് നല്ലൊരു ഫീലാണ് അല്ലേ. അതുപോലെ യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, നിന്റെ നല്ല സമയം പ്രകാശിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നുള്ളത്. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അതിൻ്റെ വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വിൽ ഈസ് യുവർ മൈൻഡ്, നിന്റെ മൈൻഡിനെ ഞാൻ ഈസ് ചെയ്യും. ഐ ആം സൈലിംഗ് റൈറ്റ് ബിഹൈൻഡ്, എന്താണ് നിന്റെ തൊട്ട് പിന്നാലെ ഞാനും തുഴഞ്ഞു വരുന്നുണ്ട്. സി ഹൗ ദേ ഷൈൻ, നീ നോക്ക് അത് എങ്ങനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ഫീൽ ഗുഡ് ആണ്. ഇനി ഫീൽ ബാഡ് എന്ന് പറയുന്നത് ഫീലിംഗ് സ്മോൾ എന്നുള്ളതും നീ ചെറുതാണ് എന്നുള്ളത്. വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ് എന്നുള്ളത്. വെൻ ടൈംസ് ഗെറ്റ് റഫ് എന്നുള്ളത്. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട് എന്നുള്ളത്. വെൻ പെയിൻ ഈസ് ഓൾ അറൗണ്ട് എന്നുള്ളത്. വെൻ ഈവനിങ് ഫോൾ സോ ഹാർഡ്, ഇതൊക്കെ ഫീലിംഗ് ബാഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് തേർഡ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ അഗെയിൻ. ഇതിലെ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് വായിക്കാം. When you are weary, feeling small, when tears are in your eyes, I will dry them all. I am on your side. Oh, when times get rough and friends just can be found. എന്താണ് ഇവിടെ, നീ തളർന്നിരിക്കുന്ന സമയത്ത്, നീ ചെറുതായിരിക്കുന്ന സമയത്ത്, നിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊക്കെ വരുമ്പോൾ ഞാൻ അതിനെ ഡ്രൈ ചെയ്യും. ഞാൻ നിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിന്റെ ചീത്ത സമയങ്ങളിൽ ഞാൻ നല്ല ഒരു ഫ്രണ്ടായിട്ട് നിന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫ്രണ്ട്സ്, ഫൗണ്ട് അല്ലേ, രണ്ട് ഫ് എന്നുള്ള സൗണ്ടിൽ വരുന്നതാണ്. ദേ ആർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ. എന്താണ് ഇവിടെ ഈ രണ്ട് വേർഡും അലിട്രേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കവിതയിൽ ഒരു ഭംഗിയൊക്കെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു മെറ്റഫർ പോലെ നമുക്കെന്താണ് അത് അതുപോലെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ സച്ച് എക്സാമ്പിൾസ് ഫ്രം ദ സോങ് ആൻഡ് റൈറ്റ് ദം ഹിയർ. നമ്മുടെ സോങ്ങിൽ നിന്നും ഇത്തരത്തിലുള്ള കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സെയിൽ ഓൺ സിൽവർ ഗേൾ എന്നുള്ളത്. ഓക്കെ, എന്താണ് സിൽവർ ഗേളിനെ പോലെ സെയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സെയിൽ എന്നുള്ളതും സിൽവർ എന്നുള്ളതും എസ് വെച്ച് തുടങ്ങുന്നതാണ്. അത് ഒരു അലിട്രേഷൻ ആണ്. മറ്റൊന്ന് സി ഹൗ ദേ ഷൈൻ എന്നുള്ള അടുത്തത് ഒരു അലിട്രേഷൻ ആണ്. അവിടെ സി എന്നുള്ളതും ഷൈൻ എന്നുള്ളതും മറ്റൊരു അലിട്രേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തത് ഫോർത്ത് ആക്ടിവിറ്റി ആണ്. പിക്ക് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് റിഫ്രൈൻ ഫ്രം ദ സോങ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ആൻഡ് റൈറ്റ് ദം ബിലോ. അടുത്തതായിട്ട് ഈ ഒരു സോങ്ങിൽ നിന്നും നമ്മളുടെ അടുത്ത് റിഫ്രൈൻഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റിഫ്രൈൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും പറയും അല്ലേ. അതാണ് അതിലെ മെയിൻ തീം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റിഫ്രൈൻ ആയിട്ട് പറയുന്നത് എന്ന് പറയുന്നത്. അത് പോമിന് ഒരു റിതം ഒക്കെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു ഭംഗിയും കൊണ്ടുവരാനും അതുപോലെ ആ കാര്യങ്ങൾ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പറയാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ലേക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നുള്ളത്, അതുപോലെ തന്നെ ഐ വിൽ ലേ മീ ഡൗൺ എന്നുള്ളത്, ഐ വിൽ ഈസ് യുവർ മൈൻഡ്, ഈ മൂന്നുമാണ് പ്രധാനമായിട്ടും റിഫ്രൈൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഫിഫ്ത്ത് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് ലൈൻസ് അഗെയിൻ. ഇവിടെ വീണ്ടും കുറച്ച് ലൈൻസ് വന്നിട്ടുണ്ട്, അത് വായിക്കാനാണ്. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്, ഐ വിൽ കംഫർട്ട് യു, ഐ വിൽ ടേക്ക് യു അപ്പാർട്ട്, ഓൺ വെൻ ഡാർക്ക്നെസ് കംസ് ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്. ഇതാണ് തന്നിട്ടുള്ള സ്റ്റാൻസ. വി ഓഫൻ ഹെൽപ്പ് നീഡി പീപ്പിൾ. എന്താണ്, മറ്റുള്ളവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അയാളെ ഹെൽപ്പ് ചെയ്യണം. റിക്കോൾ സച്ച് ഇൻസ്റ്റൻസസ് ഫ്രം യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയർ യുവർ എക്സ്പീരിയൻസസ്. ആ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെക്കുറിച്ചിട്ട് എഴുതുക. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി തരാം. വൺ ഡേ മൈ ഫ്രണ്ട് മനു ഫോർഗോട്ട് ഹിസ് ലഞ്ച് അറ്റ് ഹോം. എന്താണ്, ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് മനു വീട്ടിൽ നിന്നും ലഞ്ച് എടുക്കാൻ വേണ്ടി മറന്നുപോയി. ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് ഡിഡ്ന്റ് നോ
വാട്ട് ടു ഡു. എന്താണ്, അവന് വളരെയധികം വിശപ്പുണ്ടായിരുന്നു, അവനക്ക് അറിയില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഐ സോ ഹിം സിറ്റിംഗ് അലോൺ ആൻഡ് ലുക്കിംഗ് സാഡ്. അപ്പോഴാണ് ഞാൻ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും അവനിങ്ങനെ വളരെ സാഡായിട്ട് വിഷമത്തോടെ ഇരിക്കുന്നതും കണ്ടത്. ഐ വെൻറ്റ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് വാട്ട് വാസ് റോങ്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഹാഡ് ഫോർഗോട്ടൻ ഹിസ് ലഞ്ച്. എന്താണ്, അപ്പോഴാണ് അവൻ്റെ ലഞ്ച് മറന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഐ ഷെയർഡ് മൈ ലഞ്ച് വിത്ത് ഹിം ആൻഡ് വി ഏറ്റ് ടുഗെദർ. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ച് അവനുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലഞ്ച് കഴിച്ചു. ഹി വാസ് വെരി ഹാപ്പി ആൻഡ് താങ്ക്ഡ് മീ. അവന് വളരെയധികം സന്തോഷം തോന്നുകയും എൻ്റെ അടുത്ത് നന്ദി പറയുകയും ചെയ്തു. ഐ ഫെൽറ്റ് ഹാപ്പി ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് ഹിം ആൻഡ് മേക്ക് ഹിം സ്മൈൽ. എന്താണ്, ആ സമയത്ത് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തതിൽ എനിക്കും സന്തോഷം തോന്നി, ആ ഒരു സന്തോഷത്തിൽ ഞാൻ ചിരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് പാഠഭാഗമാണ് എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.